എരപ്പാളി ആങ്ങളെ മകളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ. ഓഫീസാണ്. നിർത്താൻ. അല്ല സാറേ, എന്റെ മോന്റെയും മോളെയും പൊരുത്തം അടിച്ചു വന്നിരിക്കുന്നു. അയ്യോ അമ്മാവാ, എന്നോട് ക്ഷമിക്കുക. ഇവന് പണി അറിയില്ല, ദാരിദ്ര്യം കാരണം പിടിച്ചു നിർത്തിയതാ. അമ്മാവൻ വിഷമിക്കണ്ട. അമ്മാവന്റെ മകൻ ഒരു പെണ്ണിനെയും മകൾക്ക് ഒരു ആണിനെയും ഞാൻ കണ്ടുപിടിച്ചു തരും. അമ്മ പോയിട്ട് നാളെ വന്നേ. ആ എടാ തെണ്ടി, ശമ്പളം തരാതിരുന്നിട്ട് നീ എന്താടാ നന്നാവാത്തെ? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നീ ഇത് പൂട്ടിച്ച് അടങ്ങുള്ളോടാ. ഞാൻ ഉള്ളതുകൊണ്ട് ആശാൻ ഈ ബ്യൂറോ നടത്തിക്കിട്ട് പോണത്. കൂട്ടിയിട്ടേ അടങ്ങോള് പോലും. ഇഷ്ടമല്ലെങ്കിൽ പല ഞാനങ്ങ് പോയേക്കാം. എടാ, എനിക്കൊരു കഷ്ടത വരുമ്പോഴാണോ നീ എന്നെ ഇട്ടേച്ച് പോകുന്നത്? കഷ്ടതയോ? ആ ത്രേസി എനിക്കിട്ട് പാര വെക്കുവാടാ. ആരെയോ? അമേരിക്കൻ അമ്മായിയുടെ ബംഗ്ലാവില് ജപ്പാൻ നാണിന്നൊരു അടുക്കള പണിക്കാരിയെ കൊണ്ട് കൊടുത്തിരിക്കുന്നു. അതിന് നമുക്കെന്താ? അടുക്കള പണിയിൽ ആശാന് നോട്ടം ഉണ്ടോ? എടാ ഫൂളെ, ജപ്പാൻ നാണിയുടെ മെയിൻ ജോലി അടുക്കള പണി അല്ല. ഞാൻ എന്ത് അമ്മായിയോട് സംസാരിച്ചാലും അടുത്ത നിമിഷം നാണി അറിയും, അത് ത്രേസിയോട് പറയും. ഈ ത്രേസിയുടെ സ്പൈയാണ് നാണി. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നാ ആശാൻ നോക്കിക്കോ, നാണിയെ നാണിപ്പിക്കാനുള്ള സ്പൈ വർക്ക് നമുക്ക് നടത്താം. സ്കോട്ട്ലാൻഡിലെ സീഡികളെ പോലെ. അതെങ്ങനാടാ? ആശാ ഞാൻ പറയുന്ന സെറ്റപ്പ് ഉണ്ടാക്കി തരുവോ? ഓ, ശമ്പളത്തിൽ 500 രൂപ കൂടി ഞാൻ പിടിച്ചിരിക്കുന്നു.